കാണാനില്ലല്ലോ. എന്തായിരിക്കും കാര്യം? നീ എവിടെ പോയതായിരുന്നു? അത് പിന്നെ നിന്ന് പതറാതെ എവിടെ പോയതാണെന്ന് പറയടി. ഞാനൊന്ന് ഫോൺ ചെയ്യാൻ പുറത്തേക്ക് പോയതാ മുത്തശ്ശ. അകത്ത് നിന്ന് വിളിച്ചാൽ കണക്ഷൻ കിട്ടില്ലേ? നീ തെറ്റായ വഴിക്കൊന്നും പോകില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നിന്റെ ഉള്ളിൽ എന്തോ ഒരു ചെറിയ കള്ളത്തരമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ. ഒന്നുമില്ല മുത്തശ്ശ. മുത്തശ്ശന്റെ വിസ്മയ ഒരു തെറ്റും ചെയ്യില്ല. പക്ഷേ ആരും അറിയാതെ നമുക്ക് രക്ഷപ്പെടാൻ ഒരു കാര്യം ചെയ്യാൻ തയ്യാറായി എന്ന് മാത്രം. അത് പക്ഷെ ഇപ്പോ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മുത്തശ്ശനോട് പോലും പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നീ പറയണ്ട. ഞാൻ ചോദിച്ചില്ല എന്ന് കരുതിക്കൊള്ളാം. ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാവരും അറിയും. അതിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കിയാലേ പറ്റൂ. അതിവിടെ തന്നെ തുടങ്ങിക്കളയാം. ഞാനത് പറയാം മുത്തശ്ശ. മുത്തശ്ശൻ വേണോ ആദ്യം അത് കേൾക്കാൻ? എന്നാ പറ, കേക്കട്ടെ ഞാൻ. അലക്സിയുടെ ബാധ്യത തീർക്കണമെന്നും പറഞ്ഞ് എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയ മഹേശ്വരി കുഞ്ഞമ്മ ഡോക്ടറമ്മയുടെ കൂട്ടുകാരിയാ. നമ്മളെ സഹായിക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അലക്സി കോംപ്രമൈസിന് വഴങ്ങിയില്ല. ഞാൻ നിരാശപ്പെട്ട് തിരിച്ചു പോരുന്നത് കണ്ട് സ്വയം സഹായിക്കാവുന്ന ഒരു വാക്ക് തന്നു. എന്ത് സഹായം? പറയാം. എനിക്ക് MBBS റാങ്ക് കിട്ടുമെന്ന് ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവരുടെ മകൻ മലബാറിൽ തുടങ്ങാൻ പോകുന്ന ആശുപത്രി സമുച്ചയത്തില് അടുത്ത 5 വർഷം പ്രാക്ടീസ് ചെയ്യാമോന്ന് എന്നോട് ചോദിച്ചു. അതിന് ഞാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ബാധ്യത തീർക്കാനുള്ള കാശ് അവർ അഡ്വാൻസ് ആയിട്ട് തരാമെന്നും പറഞ്ഞു. ഡോക്ടറമ്മയായിട്ട് ആലോചിച്ച് വാക്ക് പറയാന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. എത്ര രൂപയാ അവർ അഡ്വാൻസ് തരുന്നത്? 1 കോടി രൂപ. 1 കോടിയോ? നീ ഇതുവരെ MBBS കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്രയും കാശ് മുൻകൂട്ടി തരുമോ ആരെങ്കിലും? അത് മുത്തശ്ശ, അവരുടെ ഹോസ്പിറ്റൽ തുടങ്ങണമെങ്കിൽ ഇനിയും 1 വർഷം കഴിയും. മാത്രമല്ല UAE-യിലുള്ള അവരുടെ ബ്രാഞ്ചുകളിലേക്കും പോകേണ്ടി വരും എനിക്ക്. അതാ ഇത്രയും വലിയ ഡിമാൻഡ്. ഞാനാണെങ്കിൽ ഡോക്ടറമ്മയെ വിളിച്ച് ഇക്കാര്യം സംസാരിക്കാന്ന് വിചാരിച്ചപ്പോ അവര് തീർത്ഥാടനത്തിലാ. ഇന്ന് തന്നെ മഹേശ്വരി കുഞ്ഞമ്മയ്ക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ ഇതും നടക്കാതെ പോവും. അതുകൊണ്ട് ആരും കേൾക്കാതെ അവരോട് സംസാരിക്കാനും ഓക്കെ പറയാനുമായിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്. എന്ന് പറഞ്ഞാൽ നീ വാക്ക് കൊടുത്തോ അവർക്ക്? കൊടുത്തു. കൊടുക്കാതെ പറ്റില്ലല്ലോ മുത്തശ്ശ. ഇപ്പൊ കാശ് കൊടുക്കാൻ ഇതേ നമ്മുടെ മുന്നിലൊരു വഴിയുള്ളൂ. മുത്തശ്ശൻ ഇക്കാര്യം തൽക്കാലം ആരോടും പറയരുത്. അലക്സിയുടെ ബാധ്യത തീർത്ത് വിനയേട്ടനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ശേഷം എല്ലാം എല്ലാവരോടും പറയാം നമുക്ക്. എന്നാലും എനിക്കെന്തോ ഇത് വേണമായിരുന്നു മോളെ. വിനയേട്ടനെ ജയിലിൽ നിന്ന് ഇറക്കണ്ടേ മുത്തശ്ശ? വേണം, അത് വേണം. എങ്കി ഇപ്പൊ അത് മാത്രം ചിന്തിച്ചാ മതി. മുത്തശ്ശൻ ചെന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ബാക്കി ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്റെ ദൈവങ്ങളെ, കുട്ടി എന്ത് ഏടാകൂടത്തിലാണ് ചെന്ന് തലവച്ചിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾ വേണം തുണച്ചു കൂടെ നിൽക്കാൻ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.